ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ച ഫുൾ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഷാരി രാഹുലിനോട് പറയുന്നുണ്ട്, നോക്ക്, നമ്മൾ എത്രയൊക്കെ അവനെ കുറിച്ച് പറഞ്ഞു, മനോഹറിനെ കുറിച്ച് അവളോട് പറഞ്ഞാലും അവൾ വായടപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടും. അതാണ് അവന്റെ കഴിവ്. എവിടെ പിഴച്ചാലും അവന്റെ നാവ് കൊണ്ട് അവൻ രക്ഷപ്പെട്ടിരിക്കും എന്ന് പറയാണ്. പക്ഷെ രാത്രി ആകുമ്പോഴേക്കും സരയു പല സംശയങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ മനോഹർ ചോദിക്കണ്ട്, എന്റെ മോളു നീ എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കണത്? ഒന്നുമില്ല മനുവേട്ട എന്ന് പറയാണ്. അല്ല, മോളിന് എന്തൊക്കെയോ സംശയമുണ്ട്. ഞാൻ കുറച്ച് ദിവസങ്ങളോട്ട് ശ്രദ്ധിക്കുന്നു. എന്താ മോൾ എന്നെ സംശയിക്കാൻ തുടങ്ങിയോ? അല്ല, കുറെ നാളായി മനുവേട്ടൻ അമേരിക്കയിൽ കൊണ്ടുപോകാൻ, ജപ്പാനിൽ കൊണ്ടുപോകാൻ, കൊറിയയിൽ കൊണ്ടുപോകാന്നൊക്കെ പറയുന്നു. പക്ഷെ ഇതുവരെ ആ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പക്ഷെ മനുവേട്ടനെ കുറിച്ച് പല ആൾക്കാരും പല അപവാദങ്ങളും പറയുന്നുണ്ട്. ചില ആൾക്കാരെ കാണുമ്പോൾ മനുവേട്ടൻ ഓടി ഒളിക്കുന്നുണ്ട്. അതൊക്കെ കൂട്ടിവെച്ച് വായിക്കുമ്പോൾ എനിക്കിപ്പോ ചെറിയ സംശയമൊക്കെ. ആഹാ, അപ്പൊ മോൾക്കും എന്നെ സംശയമാണല്ലേ? മോള് നോക്കിക്കോ, ഇനി ഒരു ദിവസം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴേ തിരിച്ചു വരാത്ത വിധമായിരിക്കും ഞാൻ ഇറങ്ങി പോണത്. നോക്കിക്കോ. അയ്യോ മനുവേട്ട, ഞാൻ എന്റെ സംശയം പറഞ്ഞതേ ഉള്ളൂ. സംശയം ഉള്ളിൽ വെച്ചിട്ട് ഞാൻ പെരുമാറിയൊന്നുമില്ലല്ലോ. കാര്യം ഞാൻ തുറന്നു പറഞ്ഞില്ലേ. അത് ശരിയാ. പക്ഷെ മോള് നീ നോക്കിക്കോ, അടുത്ത ആഴ്ച എന്ന് പറഞ്ഞ ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മനോഹരൻ എന്റെ ഭാര്യനെയും മോളെയും അമേരിക്കയിലേക്ക് കൊണ്ടുപോയിരിക്കും എന്ന് പറയാണ്. അത് മതി മനുവേട്ട, അടുത്ത ആഴ്ചയും കൂടി ഞാൻ മനുവേട്ടന്റെ കാര്യങ്ങൾ നോക്കും. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ചിലപ്പോൾ ഞാൻ ജീവിതം വരെ അവസാനിപ്പിക്കും എന്നൊക്കെ പറയാട്ടോ സരിയും. അതിനുശേഷമാണെങ്കിൽ രാത്രി കാർത്തിക ഒറ്റക്കുള്ള സമയത്ത് കാർത്തികയുടെ ഫ്ലാറ്റിലേക്ക് കയറി വരുവാണ് വിക്രം. കയ്യിലൊരു വലിയൊരു ഇരുമ്പിന്റെ ഒലക്കയും കൂടി ഉണ്ട് കേട്ടോ. വാതില് തള്ളി തുറന്ന് കാർത്തികയുടെ അടുത്തേക്ക് പോവാണ്. കാർത്തിക ആകെ പേടിച്ചു വിറയ്ക്കുകയാണ്. വിക്രം കാർത്തികയുടെ അടുത്ത് പോയിട്ട് പറയണ്ട്, നോക്കടി, നിന്നെ പോലെ തന്നെയായിരുന്നു കല്യാണം. എന്നെ ഒരുപാട് വെല്ലുവിളിച്ചതാ. പക്ഷെ അവളെ നേരിടാൻ എനിക്ക് പെട്ടെന്നൊന്നും പറ്റില്ല. അറിയാലോ അവളുടെ ഭർത്താവിനെ കുറിച്ച്. അവളുടെ ഭർത്താവ് ഭയങ്കര ആളാണ്. പക്ഷെ ഇപ്പൊ കിടന്ന കിടപ്പാണ്. എങ്കിലും ആ ചന്ദ്രസേനന്റെ ഗുണ്ടകളൊക്കെ അവിടെ വീടിന് ചുറ്റുമുണ്ട്. പിന്നെ അവളെ കൈക്കരുത്ത് കൊണ്ട് തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ആളൊന്നും അല്ല കല്യാണി. പക്ഷെ നിന്നെ തോൽപ്പിക്കാൻ പറ്റും. എനിക്ക് നിന്നെ ഇല്ലാതാക്കാൻ ഒരു സെക്കൻഡ് മതിയടി. നീ കാരണമാ ആ ഗംഗപ്രസാദ് ജയിലിൽ കിടക്കണത്. ഗംഗേട്ടന് വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്യണ്ടേ? എങ്കിലല്ലേ ഗംഗേട്ടൻ നാളെ എനിക്ക് സഹായം ചെയ്യുള്ളൂ. അതുകൊണ്ട് നിന്നെ ഇല്ലാതാക്കാന്ന് വിചാരിച്ചു. നീ എന്തോ കിരണിനും കല്യാണിക്ക് സ്വത്തുക്കളുടെ 1/4 എഴുതി വെക്കാൻ പോകുന്നൊക്കെ ഗംഗേട്ടൻ ജയിലിൽ വെച്ചിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ ഗംഗേട്ടനെ ഇന്ന് കാണാൻ പോയിരുന്നു. അപ്പൊ ഞാൻ ഗംഗേട്ടനെ കൊടുത്ത വാക്കാണ് ഞാൻ നിന്നെ ഇല്ലാതാക്കുമെന്ന്. എന്തായാലും നീ സ്വത്തുക്കൾ ഇതുവരെ എഴുതി കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. നാളെ ചിലപ്പോൾ നീ എഴുതി കൊടുക്കാൻ പോകുമായിരിക്കും. അതുകൊണ്ട് നീ ഇന്ന് രാത്രി തന്നെ ഇല്ലാതാവും. വിക്രം, വെറുതെ കളിക്കല്ലേ കേട്ടോ. കളിക്കാൻ പോണത് നീ ആടി. നീ മരണത്തിന്റെ മുമ്പിലേക്ക് വിറച്ചു തുള്ളി കളിക്കാൻ പോണേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വിക്രം ഒരു തള്ളു വെച്ച് കൊടുക്കാണ് കാർത്തികേയനെ. കാർത്തിക അവിടെ നിന്ന് അപ്പൊ തന്നെ സ്റ്റൂൾ മറിഞ്ഞ് അങ്ങോട്ടേക്ക് വീഴുന്നുണ്ട്. ആ വീഴുന്ന കാർത്തികേയനെ തലക്കടിച്ച് കൊല്ലുവാട്ടോ വിക്രം. അങ്ങനെ കാർത്തിക ചോര വാർന്ന് അങ്ങനെ കിടക്കുവാണ്. കിരണും കല്യാണി എങ്ങനെയോ ഈ ന്യൂസ് അറിയുന്നുണ്ട്. എവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ള കാര്യം. അത് കാർത്തികനെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. വിക്രത്തിന് എന്തോ ഒരു സംശയപരമായിട്ട് കല്യാണി ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ കല്യാണി ഇങ്ങനെ പറയുന്നുണ്ട്, സ്വപ്നത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. കല്യാണി പറയുന്നുണ്ട്, കിരണട്ട എനിക്ക് എന്തോ ഒരു പേടി പോലെ തോന്നുന്നു. എന്താ കല്യാണി, എന്താ സംഭവിച്ചത്? അല്ല, കാർത്തിക ചേച്ചിക്ക് എന്തോ ഒരു അപകടം പറ്റിയെന്ന് എന്റെ മനസ്സ് പറയണേ. നിനക്ക് തോന്നിയതാ കല്യാണി? അങ്ങനെ ഒന്നുമില്ല. ഇല്ല കിരണേട്ട, എന്റെ തോന്നൽ ഒന്നും തെറ്റിപ്പോലെന്ന് കിരണേട്ടൻ അറിയാലോ. ഇല്ല, ഇതെന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്റെ മനസ്സ് നന്നായിട്ട് പിഴയുന്നുണ്ട്. എനിക്ക് ഇപ്പൊ തന്നെ കാർത്തിക ചേച്ചിനെ കാണാൻ പോണം. കല്യാണി, അത് ഈ അവസ്ഥയിൽ ഈ രാത്രി? കിരണേട്ട, ഞങ്ങൾക്ക് യൂബർ വിളിച്ചിട്ട് പോവാം. കിരണേട്ട വണ്ടിയിൽ ഒതുങ്ങിയിരുന്നാ മതി. ആരും കാണില്ല. രാത്രിയില്ല കിരണേട്ട, ഒന്ന് വാ. എനിക്കൊരു സമാധാനം ഇല്ലാത്തോണ്ടാ കാർത്തിക ചേച്ചിനെ വിളിച്ചിട്ട് എനിക്ക് ഫോണും എടുക്കുന്നില്ല. അവിടെ വരെ പോയിട്ട് അന്വേഷിക്കാണ്ട് വേറെ ആരും ഇല്ലല്ലോ. അച്ഛനെ വിടാന്ന് വെച്ചാൽ അച്ഛനെ വയ്യാതിരിക്കുകയല്ലേ. അതുകൊണ്ടാണ് ഞാൻ കിരണേട്ടനെ തന്നെ വിളിച്ചത്. കിരണേട്ട, നമുക്കൊന്ന് പോയി അന്വേഷിക്കാം. എനിക്ക് മനസ്സിനൊരു സമാധാനം ഇല്ല. ശരി, നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് കല്യാണിനെ കൂട്ടിക്കൊണ്ട് കിരൺ അപ്പൊ തന്നെ അങ്ങോട്ട് പുറപ്പെടുവാട്ടോ. അങ്ങനെ കുറെ പ്രാവശ്യം ബെല്ലടിക്കുന്നുണ്ടെങ്കിലും കാർത്തിക വാതിൽ തുറക്കുന്നില്ല. കിരൺ പറയണ്ട്, കാർത്തിക ഇതൊരു വാതിൽ തുറക്കുന്നില്ലല്ലോ. ഇനി പുറത്തെങ്ങാനും പോയിട്ടുണ്ടാവോ? ലക്ഷ്മിയമ്മ ഇവിടെ ഉണ്ടല്ലോ. പുറത്തു പോകാൻ ഒരു ചാൻസും ഇല്ല. അപ്പോഴേക്കും കല്യാണി തുറന്നു നോക്കുമ്പോഴേക്കും വാതിൽ മുട്ടുമ്പോഴേക്കും വാതിൽ തുറന്നു പോവുകയാണ്. കിരണേട്ട, വാതിൽ തുറന്നാണ് ഇരിക്കണത്. ഇനി നമ്മൾ പേടിക്കുന്ന പോലെ ഇന്ന് നടന്നിട്ടുണ്ടാവോടോ? എന്റെ ഈശ്വര. കാർത്തിക ചേച്ചി, കാർത്തിക ചേച്ചി എന്ന് വിളിച്ച് കല്യാണി അകത്തേക്ക് പോവാണ്. പെട്ടെന്ന് അവർ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് കാർത്തിക അവിടെ മരിച്ചു കിടക്കാണ്. അതായത് ചോര വാർന്ന് മരിച്ചു പോയി. കാർത്തിക അനക്കുലാണ്ട് കിടക്കാണ്. അത് കാണുമ്പോൾ കല്യാണി ആകെ വാ വിട്ടിങ്ങനെ വായിലിങ്ങനെ കൈ വെച്ചിട്ട് ആ എന്ന് വെച്ചിട്ടുണ്ടാക്കി ഇങ്ങനെ വായി ഇങ്ങനെ പൊളിച്ചിങ്ങനെ കരയാൻ പോവാട്ടോ. കിരണിനും ആകെ കണ്ണ് തള്ളി ആകെ എന്താ പറയുക ഷോക്കായ പോലെ ഇരിക്കുകയാണ്. എന്തായാലും കാർത്തികക്ക് മരണം മുന്നോട്ട് ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ കാർത്തിക അതിന് മുമ്പേ മരിക്കുന്നുണ്ട്. സ്വപ്നം ആവാനൊന്നും ചാൻസ് അല്ല കേട്ടോ. ശരിക്കും ഒറിജിനൽ സംഭവം തന്നെയാണ്. സ്വപ്നം എന്നല്ല, യാഥാർത്ഥ്യം തന്നെ ആവാനാണ് ചാൻസ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം ഫ്രണ്ട്സ്. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.